ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം തുടർക്കഥയായിട്ടും LDF കൺവീനർ EP ജയരാജന് കൂസലില്ല. തോൽവിക്ക് കാരണം ദേശീയ രാഷ്ട്രീയമാണെന്ന് EP. സർക്കാരിന്റെ വിലയിരുത്തലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശക്തി കേന്ദ്രങ്ങളിൽ വരെ വോട്ട് കുറഞ്ഞത് പാർട്ടി അടിത്തറയെ ബാധിക്കില്ലെന്നുമാണ് കൺവീനറുടെ വാദം. ഇത് കേരളത്തിലെ ഗവൺമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കാനുള്ള ജനകീയമായ ചിന്തയാണ്. അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണ്. എന്നാൽ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തിയില്ലെങ്കിൽ എപ്പോഴും കിറ്റ് രാഷ്ട്രീയം രക്ഷിക്കില്ലെന്നാണ് ഇടതനുഭാവിയായ ഗീവർഗീസ് മാർ കൂർലോസിന്റെ മുന്നറിയിപ്പ്. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. എത്ര വിമർശനം ഉണ്ടായാലും അതിനെ അസഹിഷ്ണുതയോടെ കാണുവാനും അവർക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയം അതിനേറ്റ തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പരാജയത്തിന് കാരണം എന്തെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം LDF യോഗത്തിൽ ഉന്നയിക്കുമെന്ന് INL നേതാക്കൾ പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇടതുപക്ഷ മുന്നണി നിർബന്ധിതമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ നേരിയ തോതിലുള്ള ചില വർധനവുകളൊക്കെ ടാക്സ് ഇനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമല്ല, തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഘടകകക്ഷികളും പാർട്ടി അനുഭാവികളുമെല്ലാം പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രിയും CPM നേതാക്കളും തോൽവിയുടെ കാരണം മറ്റെന്തോ ആണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം തോൽവിയുടെ കാരണം തേടി ചർച്ചകൾ ആരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.